കാറ്റത്തി കിളിക്കുള്ളി ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിധിയാണെങ്കിൽ അച്ഛൻ്റെ സങ്കടങ്ങളൊക്കെ കേട്ടിട്ട് നമ്മൾ ഏട്ടത്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് കേട്ടോ. അന്ന് ഏട്ടത്തി പറഞ്ഞിട്ടുണ്ടല്ലോ, അച്ഛനെ ഈ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്നത് നീ നിൻ്റെ കല്യാണം കള്ളക്കല്യാണം എന്നുള്ള കാര്യമൊക്കെ നീ പറയുന്നൊക്കെ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നിധി ഇങ്ങനെ ഓർത്തൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നിധി ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇനിയിപ്പം പറഞ്ഞിട്ട് എന്താ ചെയ്യാനാന്നൊക്കെ ഉള്ളൊരു ആലോചനയും നമ്മുടെ നിധിയുടെ മനസ്സിലുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ അമ്മ ചോദിക്കുന്നുണ്ട്, മോളെ നീ എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മൾ അരുൺ പറയുന്നുണ്ട്, അവൾ ഇനിയിപ്പോൾ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തായാലും അവളിങ്ങ് തിരിച്ച് വന്നില്ല, ഇനിയിപ്പോൾ നമ്മളെ വിട്ട് അവൾ എങ്ങോട്ടും പോകുന്നില്ല എന്നൊക്കെ അങ്ങനെ നമ്മൾ അരുൺ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നിധി പറയുന്നുണ്ട്, എന്ന് വെച്ചാൽ എന്നെ ഒരാഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങ് വിളിച്ചുകൊണ്ട് വന്നത്, ഞാനാണെങ്കിൽ അവിടെ പല കമ്പനികളിലും ജോലിക്കാണെങ്കിൽ ഞാൻ അപേക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ രാജീവൻ പറയുന്നുണ്ട്, നിൻ്റെ പഠിത്തത്തിന് വെച്ച് നോക്കുമ്പോൾ നിനക്ക് ഏത് കമ്പനിയിലും ജോലിക്ക് കിട്ടുമല്ലോ മോളെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അരുൺ പറയുന്നുണ്ട്, എനിക്ക് പരിചയമുള്ള കമ്പനികളിലും ഉണ്ട്, അവിടെ ഞാനും ആണെങ്കിൽ റെക്കമെൻഡൊക്കെ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നിധി പറയുന്നുണ്ട്, റെക്കമെൻഡ് ചെയ്തിട്ടൊന്നും കാര്യമില്ല, നമ്മൾ നേരിട്ട് ഇൻ്റർവ്യൂവിന് പോയിട്ട് തന്നെ നമ്മളെ മെറിറ്റിലെടുക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, ഞാനൊരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് പോയത് അവിടെ ഞാൻ സെലക്ട് ആയതുമാണ്, അവിടെ HR ഇൻ്റർവ്യൂവിന് വരെ ഞാൻ ചെല്ലുന്ന സമയത്താണ് അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ആണെങ്കിലും സൂര്യയെ കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നിധി ബാക്കി അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ രാജീവൻ പറയുന്നുണ്ട്, അരുൺ ഇവൻ എന്തിനാ ഇങ്ങനെ നിധിയുടെ പിറക്കെ നടന്ന് നിധിയെ ശല്യം ചെയ്യുന്നത്, അവൻ്റെ അടുത്ത് ഇനി മേലെ നിധിയുടെ പിറക്കെ നടന്ന് ശല്യം ചെയ്യരുതെന്ന് പറയണമെന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ അരുണിൻ്റെ അടുത്ത്. അപ്പോൾ അരുൺ പറയുന്നുണ്ട്, ഞാൻ പറയാം അച്ഛാ എന്നൊക്കെ അരുണും മറുപടി കൊടുക്കുന്നുണ്ട്. അരുൺ പറയുന്നുണ്ട്, ഞാൻ ഇപ്പം തന്നെ അവനെ വിളിച്ച് കാര്യം പറയാമെന്നൊക്കെ അരുണും പറയുന്നുണ്ട്. പിന്നെ നമ്മൾ സുധിയാണെങ്കിൽ നമ്മൾ നിധി പോയിട്ട് ഇത്രയും നേരമായിട്ട് കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സുധി പയ്യെ ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ചിന്തിക്കുന്നുണ്ട്, ഇവർക്കൊന്നും ഉറക്കമൊന്നും ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ സുധി. ആ സമയത്ത് നമ്മൾ സുധി ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ നിധിയാണെങ്കിൽ വീട്ടുകാരൊക്കെ ആയിട്ട് നല്ലതുപോലെ സന്തോഷമൊക്കെ ഇരുന്ന് വർത്താനം പറയുന്നതൊക്കെ കാണുന്നത്. അങ്ങനെ ഒരു മിനിറ്റോളം നമ്മൾ സുധി അവിടെ നിന്നൊക്കെ നോക്കിയിട്ടാണെങ്കിൽ പിന്നെ സുധി അങ്ങ് തിരിച്ച് റൂമിലോട്ട് കയറിപ്പോയി അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ കാണിക്കുന്ന നമ്മൾ സുഭാഷിനെയും നികേഷിനെയും ഹരീഷിനെയും കൂടെ. അപ്പോൾ ഇവർ മൂന്നുപേരും കെട്ടിപ്പിടിച്ചൊക്കെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഹരീഷിൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഹരീഷ് സമയം നോക്കുമ്പോൾ ഒരു 12 മണിയൊക്കെ. അപ്പം ഇതാരും ഇപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞ് നോക്കിയിട്ട് നമ്മൾ ഹരീഷാണെങ്കിൽ ഫോൺ എടുത്ത് നോക്കുമ്പോഴത്തേക്കും നീതുവിൻ്റെ മെസ്സേജ് ആയിട്ടോ. അപ്പം നീതു ആണല്ലോ മെസ്സേജ് അയച്ചതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഹരീഷ് ഫോൺ മെസ്സേജ് ഓപ്പൺ ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. നോക്കുന്ന സമയത്താണെങ്കിൽ ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, ആ കിടന്നെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നീതു പറയുന്നുണ്ട്, വിളിക്കാവോ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് ഹരീഷ് പറയുന്നുണ്ട്, ഈ സമയത്തോ? അപ്പം നീതു പറയുന്നുണ്ട്, ഞാൻ കാണണമെന്നല്ലല്ലോ പറഞ്ഞു, ഒന്ന് ഫോൺ വിളിക്കാവോ എന്നല്ലേ ചോദിച്ചതെന്നൊക്കെ നീതുവും പറയുന്നുണ്ട്. നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, ആ 1 മിനിറ്റ് ഞാൻ വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഹരീഷ് ആണെങ്കിൽ നികേഷിനെ സൈഡിലോട്ട് കിടത്തിയിട്ടാണെങ്കിൽ നമ്മൾ ഹരീഷ് ആണെങ്കിൽ ഫോണും കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. പോയിട്ടാണെങ്കിൽ നമ്മൾ പുറത്തിറങ്ങി പോയിട്ട് നമ്മൾ നീതുവിനെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ നീതുവിന് ഭയങ്കര സന്തോഷമാവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഹരീഷ് വിളിക്കുന്നതൊക്കെ അങ്ങനെ ഫോൺ എടുത്തിട്ട് ഹലോ ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സമയത്ത് നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, ഇല്ല ഞാൻ കിടന്നതേ ഉള്ളെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, ആ പറയുമെന്ന് പറയാം. അപ്പം നീതു പറയുന്നുണ്ട്, നീ പറ. അപ്പം ഹരീഷ് പറയുന്നുണ്ട്, നീയല്ലേ എപ്പോഴും ഇങ്ങനെ തോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പം നീ പറയാൻ പറയും. അപ്പം നമ്മൾ നീതു പറയും, ഞാനല്ലേ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനിയിപ്പം നീ പറയുന്നൊക്കെ നമ്മൾ നീതു പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഹരീഷാണെങ്കിൽ എന്നാൽ നീ പറയുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണെങ്കിൽ അപ്പം നീതു പറയുന്നുണ്ട്, എന്നാൽ ശരി ഞാൻ പറയാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നീതു പറയുന്നുണ്ട്, എന്നാൽ ശരി നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഹരീഷാണെങ്കിൽ അത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കാണെങ്കിൽ നീതു ചോദിക്കുന്നുണ്ട്, എന്താ ഇഷ്ടമല്ലേ? അപ്പോഴത്തേക്ക് ഹരീഷ് അല്ല എനിക്ക് അങ്ങനെയൊന്നും പറയാൻ അറിഞ്ഞുകൂടാന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും നീതു പറയുന്നുണ്ട്, എന്നാലും ഇഷ്ടമാണെങ്കിൽ പറ, നീ ഇഷ്ടമാണെന്ന് പറയുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഹരീഷാണെങ്കിൽ പറയുന്നുണ്ട്, നാളെ ആണെങ്കിൽ വർക്ക്ഷോപ്പിൽ വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീതു പറയണം, വർക്ക്ഷോപ്പില്ല വരണോ? നമ്മൾ നീതു പറയുന്നുണ്ട്, അല്ലെങ്കിൽ വേണ്ട ഞാൻ വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഹരീഷ് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇങ്ങനെ? അപ്പോഴത്തേക്കാണെങ്കിൽ നീതു പറയണ്ട, അതങ്ങനെ നിർബന്ധിക്കണം, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ നീ നിന്നെ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കണം, എനിക്ക് നിന്നെ കാണണം, നീ വരണം, നിൻ്റെ അടുത്ത് സംസാരിക്കണം, അങ്ങനെയൊക്കെ നീ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ നീതു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നീ നിർബന്ധിക്കുന്ന സമയത്ത് ഞാനാണെങ്കിൽ വരെയൊക്കെ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഹരീഷ് ചോദിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയാണോ? അപ്പം നീതു പറയുന്നത്, അങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് കുറച്ച് പിന്നെ അവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഹരീഷ് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഉറക്കമൊന്നും ഇല്ലേ എന്ന് നീതുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീതു ചോദിക്കുന്നുണ്ട്, നിനക്ക് ഉറക്കമൊന്നും ഇല്ലേ, നിനക്ക് ഉറക്കം വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, ചെറുതായിട്ട് ഉറക്കം വരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നീതു പറയുന്നുണ്ട്, അപ്പം നിനക്ക് എൻ്റെ അടുത്ത് സംസാരിക്കാൻ താല്പര്യമില്ലല്ലേ, എന്നാൽ നീ പോയി കിടന്ന് ഉറങ്ങിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ നീതു. അങ്ങനെ നമ്മൾ നീതു ആണെങ്കിൽ ദേഷിച്ച് ഫോണൊക്കെ അങ്ങ് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, അയ്യോ അങ്ങനെ പറയണ്ടായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഹരീഷ്
ഹരീഷ് ഇങ്ങനെ ചിന്തിച്ചൊക്കെ നിൽക്കുന്ന സമയത്താണെങ്കിൽ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ നീതു വീണ്ടും ഫോൺ വിളിക്കും കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ഹരീഷ് ഫോൺ എടുത്തിട്ട് ഹലോ നീതു, നമ്മൾ നീതു പറയുന്നുണ്ട് ഞാൻ ദേഷിച്ച് ഫോൺ വെച്ചാൽ നീ തിരിച്ചെന്നെ വിളിക്കത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട് നീ എന്നെ ദേഷിച്ചാണോ ഫോൺ വെച്ചതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ ദേഷിച്ചാണ് ഫോൺ വെച്ചത്, അപ്പോൾ ഞാൻ ഫോൺ വയ്ക്കുമ്പോൾ നീ തിരിച്ചെന്നെ വിളിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഹരീഷ് പറയുന്നുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നീതു പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ നികേഷ് ആണെങ്കിൽ പെട്ടെന്നാണെങ്കിൽ ഇങ്ങനെ ഉറക്കം എഴുന്നേറ്റ് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ നമ്മൾ ഹരീഷിനെ കാണുന്നില്ല. അത് നമ്മൾ നികേഷ് ആണെങ്കിൽ പെട്ടെന്ന് എണീറ്റ് വന്ന് പുറത്തോട്ടൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ ഹരീഷ് ആണെങ്കിൽ അവിടെ ഫോൺ ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുന്നത് നമ്മൾ നികേഷ് കാണുന്നുണ്ട്. നമ്മൾ നികേഷിനെ കാണുന്ന സമയത്ത് നമ്മൾ ഹരീഷ് ആണെങ്കിൽ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ നികേഷ് ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ പരിപാടി, അതെനിക്ക് ഒരു കസ്റ്റമർ വിളിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നികേഷിക്ക് ഈ സമയത്തോ അതേടാ ഒരു കസ്റ്റമർ വിളിച്ചത് ഒരു വണ്ടിയുടെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നികേഷ് ചോദിക്കുന്നുണ്ട് ആ കസ്റ്റമറിൻ്റെ പേരെന്താ, അത് പിന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നികേഷ് ചോദിക്കുന്നുണ്ട് നീ 100cc എന്നാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഹരീഷ് പറയുന്നുണ്ട് ഒന്ന് പോടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ നികേഷ് പറയുന്നുണ്ട് എൻ്റെ ദൈവമേ ഞാൻ എന്താ ഈ കാണുന്നത്, നാം എന്താ ഈ കാണുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ പറയുന്നുണ്ട് എൻ്റെ ഹരീഷേട്ടനാണെങ്കിൽ രാത്രി പെണ്ണുങ്ങളടുത്തൊക്കെ സംസാരിക്കുന്നത്, ഇത് ഞാൻ എല്ലാവരുടെ അടുത്തും അറിയിക്കണമെന്നൊക്കെ നമ്മൾ നികേഷ് ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ നികേഷ് ആണെങ്കിൽ സുഭാഷിനെ വിളിക്കുന്നുണ്ട്. സുഭാഷേട്ടാന്ന് വിളിക്കുന്ന സമയത്ത് നമ്മൾ ഹരീഷ് പറയുന്നുണ്ട് എടാ പറയലേടാ പ്ലീസ് നീ പറയലേ, നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിച്ചു തരാടാ, നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാടാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കാണ് നമ്മൾ നികേഷ് ചോദിക്കുന്നത് മേടിച്ച് തരുമോ, എന്നാൽ പിന്നെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നികേഷും ഹരീഷും കൂടെ ആണെങ്കിൽ അങ്ങ് അകത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മളെ നിധിയാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ നിധിയാണെങ്കിൽ റൂമിലോട്ട് പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ സുധീഷാണെങ്കിൽ നിധിയെ കാണുമ്പോൾ പെട്ടെന്നൊരു തലേണ എടുത്തിട്ടൊക്കെ ഉറങ്ങുന്നുണ്ടൊക്കെ അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ നിധിയാണെങ്കിൽ കഥയൊക്കെ അടച്ചിട്ടാണെങ്കിൽ വന്ന് കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിധി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതേ ഉറങ്ങിയായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ സുധി പറയുന്നത് ചെറുതായിട്ടൊന്ന് ഉറങ്ങിയായിരുന്നു, എന്നാൽ പിന്നെ കിടന്നോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ സുധി പറയുന്നുണ്ട് ഇല്ല ഇപ്പോൾ എൻ്റെ ഉറക്കമൊക്കെ പോയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ നിധിയാണെങ്കിൽ നമ്മൾ സുധിയെടുത്ത് ചോദിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ എൻ്റെ അച്ഛനാണെങ്കിൽ എനിക്ക് എന്ത് സപ്പോർട്ട് ചെയ്താൽ സംസാരിക്കുന്നത്, സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനെ ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആഗ്രഹിച്ചായിരുന്നു എന്നൊക്കെ അറിയാമോ എന്നൊക്കെ സുധിയെടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെല്ലാം കാരണം സുധിയാണെന്നൊക്കെ നമ്മൾ നിധി പറയുന്നുണ്ട്. സുധീഷാണെങ്കിൽ വണ്ടിയിൽ വെച്ച് അച്ഛൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ സംസാരിച്ചതുകൊണ്ട് അച്ഛനിക്കാണെങ്കിൽ ഇങ്ങനൊരു മാറ്റമൊക്കെ വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അവല്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു മാറ്റം അച്ഛനിക്ക് വരത്തില്ലായിരുന്നൊക്കെ നമ്മളെ നിധി പറയുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും കാരണം സുധീഷാണ്, സുധീഷിന് ടാങ്ക്സ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സുധീഷ് പറയുന്നുണ്ട് അതിനെന്തിനാണോ ടാങ്ക്സ് ഒക്കെ പറയുന്നത്, നമ്മൾ സുധി പറയുന്നുണ്ട് അതൊക്കെ നമ്മൾ ടാങ്ക്സ് ഒക്കെ പറയുന്നത് നമ്മൾ മൂന്നാമതൊരാളടുത്തല്ലേ നമ്മളതൊക്കെ പറയുന്നത്, നമ്മൾ തമ്മിൽ മൂന്നാമതൊരാളല്ലല്ലോ, നമ്മൾ തമ്മിൽ രണ്ടുപേരും ഒന്നല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ നിധി പറയുന്നത് ഒന്നോ അതല്ല നമ്മൾ ഫ്രണ്ട്സ് ആണെന്നാണ് പറഞ്ഞത്, നമ്മൾ തിക്ക് ഫ്രണ്ട്സ് അതാ ഞാൻ ഉദ്ദേശിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. ഫ്രണ്ട്സുകൾ തമ്മിലല്ലേ നമ്മൾ സോറി ടാങ്ക്സ് അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ അതാ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നിധി അറിയുന്നുണ്ട് അതോ അങ്ങനെ, അപ്പോൾ പറയുന്നത് നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും സുധി പറയുന്നുണ്ട് ഫ്രണ്ട്സോ അല്ല, അപ്പോൾ നിധിക്ക് അല്ലേ അപ്പോൾ സുധി അതെ 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 എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നിധി പറയുന്നുണ്ട് എന്നാൽ ശരി സുധീഷ് കിടന്ന് ഉറങ്ങിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ സുധീഷാണെങ്കിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന സമയത്താണെങ്കിൽ മനസ്സ് പറയുന്നുണ്ടോ എന്തായാലും ട്രാക്ക് ഒന്ന് ശരിയായൊക്കെ വരുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ സുധീഷ് ഇങ്ങനെ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്ന രാവിലെ കാണിക്കുന്നത് അങ്ങനെ നമ്മൾ സാന്ദ്ര വന്നിട്ടാണെങ്കിൽ രാജീവിൻ്റെ അടുത്തും ഹേമടുത്തും കൂടെ ചോദിക്കുന്നുണ്ട് അതേ പിന്നെ അരുണേട്ടനെ കാണുന്നില്ലല്ലോ, അരുണേട്ടൻ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ രാജീവൻ പറയുന്നുണ്ട് അതേ മോളെ അവിടെ ലോഡ് വന്നിട്ടുണ്ട്, അപ്പോൾ അവൻ ലോഡ് ഇറക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നിധിയും സുധീഷും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ അരുണാണെങ്കിൽ കാലിൽ പ്ലാസ്റ്ററൊക്കെ ഇട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സാന്ദ്ര ചോദിക്കുന്നുണ്ട് ഇതെന്താ പറ്റി കാലിൽ, അത് എൻ്റെ കാലിൽ തുണിയുടെ ഇത് വീണയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ സുധീഷ് ചോദിക്കുന്നുണ്ട് ലോഡോ, അപ്പോഴത്തേക്കും നിധി പറയുന്നത് ലോഡേ തുണിയുടെ ലോഡെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ സുധീഷ് പറയുന്നത് തുണി വീണ എങ്ങനെ കാലൊടിയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ നിധി പറയുന്നുണ്ട് അതേ ലോഡെന്ന് പറഞ്ഞാൽ 50-100 കിലോയൊക്കെ കാണും അതാ. അപ്പോഴത്തേക്കും നമ്മളെ സുധീഷ് പറയുന്നുണ്ട് അതോ അപ്പോൾ പിന്നെ കാലിന് എന്തെങ്കിലും ഒടിഞ്ഞാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മൾ അരുൺ പറഞ്ഞില്ല ചെറിയൊരു സ്പാർക്കേ ഉള്ളൂ, അത് റെസ്റ്റ് എടുത്താൽ മാറും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ സുധിയാണെങ്കിൽ പറയുന്നത് ഇയാളെ മുഖം കണ്ടിട്ട് ഇയാൾക്ക് വേദനയും കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നില്ലല്ലോ, ഇയാൾ ഇനി അഭിനയിക്കുകയാണ്. രാജീവൻ ചോദിക്കുന്നുണ്ട് മോനെ നീ ചെട്ടിയാരെ കണ്ടോന്ന് ചോദിക്കുമ്പോഴത്തേക്കാണെങ്കിൽ അരുൺ പറയുന്നത് ഇല്ല വെച്ചാൽ ഞാൻ കാണുന്നതിന് മുമ്പ് ടെക്സ്റ്റൈൽസിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞാൽ ഇരുന്നേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയുമ്പോഴത്തേക്കാണെങ്കിൽ രാജീവൻ പറയുന്നുണ്ട് അയ്യോ ചെട്ടിയാരെ ഇന്ന് കാണേണ്ട ദിവസമാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ കുഴപ്പമില്ല മോനെ ഞാൻ പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ അരുൺ ചോദിക്കുന്നുണ്ട് അയ്യോ ഇത്രയും 100 കിലോമീറ്റർ അച്ഛൻ പോകാനോ, അച്ഛന് വയ്യാത്തയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഹേമ പറയുന്നുണ്ട് വേണ്ട വേണ്ട നിങ്ങൾ പോകണ്ട, നിങ്ങൾക്കാണെങ്കിൽ ഒരു 5 മിനിറ്റ് യാത്ര ചെയ്യുമ്പോൾ തന്നെ നടുവിനൊക്കെ സുഖമില്ലാത്തയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് രാജീവൻ പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പോകാനുള്ളിടത്ത് പോകാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ പിന്നെ അരുൺ പറയുന്നുണ്ട് എന്നാൽ ശരി ഒരു കാര്യം ചെയ്താൽ വെച്ചാൽ നമുക്കാണെങ്കിൽ സുധീഷിനെ പറഞ്ഞു വിടാം, അപ്പോൾ സുധീഷാണെങ്കിൽ നമ്മളെ വീട്ടിലൊരു അംഗത്തെ പോലെ അല്ലേ, ഒരു അംഗം തന്നെ അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ രാജീവൻ പറഞ്ഞത് ശരിയാ സുധീഷിനെ വിടാം, സുധീഷെ ഒരു ജോലി ഏൽപ്പിക്കുകയാണെന്ന്
വിചാരിക്കല്ലേ, നമുക്ക് അത്രയ്ക്കും വിശ്വസിച്ചിട്ടേ നമുക്ക് വിശ്വാസമുള്ളവരെ നമുക്ക് വിടാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മളെ അരുൺ പറയുന്നുണ്ട് എന്തായാലും സുധീഷ് പോട്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് സുധീഷ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇതെന്തോ പ്ലാൻ ചെയ്തുള്ള പരിപാടിയാണല്ലോ. അരുണാണെങ്കിൽ സുധീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തായാലും സുധീഷ് പോവില്ലേ, എന്തായാലും അത്രയ്ക്കും സൂക്ഷിച്ച് കൊണ്ടുപോകാനുള്ള സാധനം കൊണ്ട് കൊടുക്കാനാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നിധിയാണെങ്കിൽ ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട് പോവല്ലേ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ അപ്പോഴത്തേക്കും ഒന്ന് പോകുന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ നിധിയാണെങ്കിൽ ഇങ്ങനെ സുധീഷിൻ്റെ മുഖത്തൊക്കെയൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ ആയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡൊക്കെ അവസാനിക്കുന്നത് കേട്ടോ. പിന്നെ നാളത്തെ പ്രമോ ആണെങ്കിൽ കാണിക്കുന്നത്, അതിനകത്താണെങ്കിലും നമ്മൾ ഹരീഷും നീതും ആണെങ്കിലും എപ്പോൾ നോക്കിയാലും ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, കഴിച്ചു പറയുന്നുണ്ട്, എന്തായാലും നീ ഈ സമയത്ത് കഴിച്ചാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിലും ചാന്ദിനിയാണെങ്കിൽ നമ്മൾ ചേട്ടനിക്ക് ഫുഡൊക്കെ കൊണ്ടാണെങ്കിൽ അവർ സൈഡിലോട്ട് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് സുഭാഷ് ആണെങ്കിൽ ഉണ്ടാക്കിയ കറിയൊക്കെ ചാന്ദിനിക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ചാന്ദിനി അച്ഛാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ ചാന്ദിനി ഉണ്ടാക്കിയ ഫുഡും സുഭാഷിനൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് സുഭാഷും പറയുന്നുണ്ട് അച്ഛാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആണ് പ്രൊമോ റിവ്യൂ ആയിട്ടൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.